നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളെ കുറിച്ചാണ്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1 തീയതിയാണ്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1 തീയതിയാണ്. 1956 കേരളം രൂപീകൃതമായപ്പോൾ ഉണ്ടായിരുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. 1956 കേരളം രൂപീകൃതമായപ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളാണ് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിന്റെ സ്ഥാനം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറായിട്ടാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിന്റെ സ്ഥാനം എങ്ങനെയാണ്? ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറായിട്ടാണ്. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1.18% കേരളം. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 21 സ്ഥാനമാണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1.18% കേരളം. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 21 സ്ഥാനമാണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തീരദേശ നീളമാണെങ്കിൽ 20 കൂട്ടിയിടുക, 580 കിലോമീറ്റർ. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്ററും കേരളത്തിന്റെ തീരദേശ നീളം എത്രയാണ്? 580 കിലോമീറ്ററും ആണ്. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് അറബിക്കടല്. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഏതാണ്? അറബിക്കടലാണ്. കേരളത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കർണാടകയാണ്. കേരളത്തിന്റെ തെക്ക് കിഴക്ക് തമിഴ്നാടാണ്. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടല്, കേരളത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കർണാടക, കേരളത്തിന്റെ തെക്ക് കിഴക്ക് തമിഴ്നാടാണ്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണെന്ന് ചോദിച്ചാൽ പശ്ചിമഘട്ടം. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര പശ്ചിമഘട്ടം അഥവാ സഹ്യാദ്രി. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് അല്ലെ? കേരളവുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? വയനാട്, കണ്ണൂര്, കാസർഗോഡ്. കേരളവുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളാണ് വയനാട്, കണ്ണൂര്, കാസർഗോഡ്. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. താലൂക്ക് ചോദിച്ചാൽ സുൽത്താൻ ബത്തേരി താലൂക്കാണ്. ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല വയനാട്. കേരളത്തിലെ താലൂക്ക് സുൽത്താൻ ബത്തേരി താലൂക്ക്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? വയനാട് പീഠഭൂമിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? വയനാട് പീഠഭൂമിയാണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകള് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, പാലക്കാട്, വയനാട്. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമായതുമായ ഏത് ജില്ലയാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത്? മാഹി. കേന്ദ്രഭരണ പ്രദേശമായതും പുതുച്ചേരിയുടെ ഭാഗമായതുമായ ഏത് ജില്ലയാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത്? മാഹി. ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് ജില്ല. 1984 കാസർഗോഡ് ജില്ല രൂപം കൊണ്ടത് അല്ലെ? ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണെങ്കിൽ ആലപ്പുഴ. ഒന്നുകൂടി നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? വയനാട് പീഠഭൂമിയാണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകള് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, പാലക്കാട്, വയനാട്. കേന്ദ്രഭരണ പ്രദേശമായതും പുതുച്ചേരിയുടെ ഭാഗമായതുമായ ഏത് ജില്ലയാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത്? മാഹിയാണ്. ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ് അല്ലെ? 1984 കാസർഗോഡ് ജില്ല രൂപം കൊണ്ടത്. കേരളത്തിലെ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഏറ്റവും ചെറിയ ജില്ലയാണെങ്കിലോ? ആലപ്പുഴയാണ്. കേരളത്തിന്റെ തെക്കേ അറ്റം കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ കോർപ്പറേഷൻ ആണെങ്കിൽ തിരുവനന്തപുരമാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ലോകസഭാ മണ്ഡലം ചോദിച്ചാൽ തിരുവനന്തപുരം തന്നെയാണ്. ഏതൊക്കെയാണ്? കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ജില്ല തിരുവനന്തപുരമാണ്. തെക്കേ അറ്റത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. തെക്കേ അറ്റത്തെ ലോകസഭാ മണ്ഡലം ചോദിച്ചാലും തിരുവനന്തപുരം തന്നെയാണ്. നിയമസഭാ മണ്ഡലം നെയ്യാറ്റിൻകരയാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം നെയ്യാറ്റിൻകരയാണ്.
കേരളത്തിന്റെ തെക്കേ അറ്റത്തെ താലൂക്ക് ചോദിച്ചാലും നെയ്യാറ്റിൻകരയാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം നെയ്യാറ്റിൻകരയാണ്. തെക്കേ അറ്റത്തെ താലൂക്ക് ചോദിച്ചാലും നെയ്യാറ്റിൻകരയാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പാറശാല ഗ്രാമപഞ്ചായത്താണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ഗ്രാമം ചോദിച്ചാല് കളിയക്കാവിള. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ഗ്രാമം ഏതാണ്? കളിയക്കാവിള. ഒന്നുകൂടി പറയാം. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ജില്ല തിരുവനന്തപുരം, കോർപ്പറേഷൻ തിരുവനന്തപുരം, ലോകസഭാ മണ്ഡലം തിരുവനന്തപുരം. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലവും താലൂക്കും നെയ്യാറ്റിൻകര. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ പാറശാല ഗ്രാമപഞ്ചായത്താണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ഗ്രാമം ചോദിച്ചാൽ കളിയക്കാവിള. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ല ഏതാണ്? കാസർഗോഡാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ കോർപ്പറേഷൻ ചോദിച്ചാൽ കണ്ണൂർ കോർപ്പറേഷൻ ആണ്. കേരളത്തിന്റെ ലോകസഭാ മണ്ഡലം, വടക്കേ അറ്റത്തെ ലോകസഭാ മണ്ഡലം ഏതാണ്? കാസർഗോഡാണ് കേട്ടോ. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ലോകസഭാ മണ്ഡലം ഏതാണ്? കാസർഗോഡാണ്. നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരമാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരമാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ താലൂക്ക് ചോദിച്ചാൽ മഞ്ചേശ്വരമാണ്. ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാലും മഞ്ചേശ്വരം തന്നെയാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ഗ്രാമം തലപ്പാടി. കേരളത്തിന്റെ തെക്കേറ്റത്തെ ഗ്രാമം നമ്മൾ ഏതാ പഠിച്ചത്? കളിയക്കാവിള അല്ലെ. കേരളത്തിന്റെ വടക്കേറ്റത്തെ ഗ്രാമമാണെങ്കിലോ തലപ്പാടി. ഒന്നുകൂടി പറയാം. കേരളത്തിന്റെ വടക്കേറ്റത്തെ ജില്ല കാസർഗോഡ്, കോർപ്പറേഷൻ കണ്ണൂര്, ലോകസഭാ മണ്ഡലം കാസർഗോഡാണ്. കേരളത്തിന്റെ വടക്കേറ്റത്തെ നിയമസഭാ മണ്ഡലം താലൂക്കും ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാലും മഞ്ചേശ്വരമാണ്. കേരളത്തിന്റെ വടക്കേറ്റത്തെ ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാല് തലപ്പാടി. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. ഗ്രാമപഞ്ചായത്തുകളാണെങ്കിലോ 941 ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലുള്ളത് അല്ലെ. റവന്യൂ ഡിവിഷനുകൾ 27 ആണ്. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ എത്രയാണ്? 152. ഗ്രാമപഞ്ചായത്തുകളാണെങ്കിൽ 941. റവന്യൂ ഡിവിഷനുകളാണെങ്കിൽ 27 എണ്ണം. താലൂക്കുകളോ കേരളത്തിൽ എത്ര താലൂക്കുകളാണുള്ളത്? 78 താലൂക്കുകളാണുള്ളത്. അവസാനം വന്ന താലൂക്ക് ഏതാണ്? അട്ടപ്പാടി. കേരളത്തിലെ കോർപ്പറേഷനുകളാണെങ്കിലോ 6 കോർപ്പറേഷനുകളാണ് ഉള്ളത്. കേരളത്തിലെ നഗരസഭ അഥവാ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എത്രയാണ്? 87 എണ്ണമാണ്. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ എത്രയാണ്? 152 ബ്ലോക്ക് പഞ്ചായത്ത്, 941 ഗ്രാമപഞ്ചായത്ത്, 27 റവന്യൂ ഡിവിഷനുകള്, 78 താലൂക്കുകള്, 6 കോർപ്പറേഷനുകള്, 87 നഗരസഭകള്. കേരളത്തിൽ ലോകസഭാ മണ്ഡലങ്ങൾ എത്രയാ? 20. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങൾ എത്രയാണ്? 20. ലോകസഭ സംവരണ മണ്ഡലങ്ങളാണെങ്കിലോ 2 എണ്ണമാണുള്ളത്. കേരളത്തിലെ ലോകസഭ സംവരണ മണ്ഡലങ്ങൾ എത്രയാണ്? 2 എണ്ണം. ഏതൊക്കെയാണവ? ആലത്തൂരും മാവേലിക്കരയും. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9 ആണ്. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളും 140 ആണ്. നിയമസഭാ അംഗങ്ങളും 140 തന്നെയാണ്. ഏറ്റവും വലിയ താലൂക്ക് ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് താലൂക്കാണ്. മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് ആണെങ്കിലോ കുന്നത്തൂർ താലൂക്കാണ്. കൊല്ലം ജില്ലയിലുള്ള കുന്നത്തൂർ താലൂക്കാണ് ഏറ്റവും ചെറിയ താലൂക്ക്. വലിയ താലൂക്ക് ഏറനാട് താലൂക്കും ചെറിയ താലൂക്ക് കുന്നത്തൂർ താലൂക്കാണ്. കേരളത്തിലെ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കുമിളി ഗ്രാമപഞ്ചായത്താണ്. ഇടുക്കി ജില്ലയിലെ കുമിളി ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത്. വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ വളപട്ടണം, കണ്ണൂർ ജില്ലയിലെ വളപട്ടണമാണ്. വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി, കേരളത്തിലെ വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തറയാണ്. കേരളത്തിലെ വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി ഏതാണ്? തൃപ്പൂണിത്തറയാണ്. വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ആണെങ്കിലോ ആലുവ. ഒന്നുകൂടി നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് താലൂക്ക്, ചെറിയ താലൂക്ക് ആണെങ്കിൽ കുന്നത്തൂർ താലൂക്ക്, വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ കുമളി ഗ്രാമപഞ്ചായത്താണ്. വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ വളപട്ടണം ഗ്രാമപഞ്ചായത്താണ്. വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി ചോദിച്ചാൽ തൃപ്പൂണിത്തറയാണ്. വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ആലുവ. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? ആനയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? ആന അല്ലെ. ശാസ്ത്രീയ നാമം എന്താണ്?
എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? ആനയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പല് അല്ലെ. ശാസ്ത്രീയ നാമം എന്താണ്? ബ്യൂക്കറസ് ബൈക്കോമിസ്. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആന, കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പല്, കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീന്. ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുറാറ്റൻസിസ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീന്. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷമാണെങ്കിലോ? തെങ്ങ് അല്ലെ. ശാസ്ത്രീയ നാമം കോക്കസ് ന്യൂസിഫെറ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണെങ്കിൽ കണിക്കൊന്ന. ശാസ്ത്രീയ നാമം കാഷ്യ ഫിസ്റ്റുല. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഇളനീരാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമാണെങ്കിലോ? ചക്ക. ശാസ്ത്രീയ നാമം ആർട്ടോകാർപ്പസ് ഹെട്രോഫൈലസ്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏതാണ്? ചക്ക. കേരളത്തിന്റെ സംസ്ഥാന ശലഭം ഏതാണ്? ബുദ്ധമയൂരി. ഒന്നുകൂടി നോക്കാം. ഔദ്യോഗിക മൃഗം ആന, ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ, ഔദ്യോഗിക മത്സ്യം കരിമീന്, ഔദ്യോഗിക വൃക്ഷം തെങ്ങ്, ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, ഔദ്യോഗിക പാനീയം ഇളനീര്, ഔദ്യോഗിക ഫലം ചക്ക, ഔദ്യോഗിക ശലഭം. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ബുദ്ധമയൂരി. കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 2.76%. കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 2.76%. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 13 കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ 2.76%. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 13 സ്ഥാനമാണ്. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം ജില്ലയാണ്. ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടാണ്. ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? മലപ്പുറമാണ്. ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ്? വയനാടാണ്. ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. ജനസംഖ്യ കൂടിയ ജില്ലയും മലപ്പുറമാണ്. ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ലയും മലപ്പുറമാണ്. ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ടയാണ്. ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല ഏതാണ്? പത്തനംതിട്ട. ഒന്നുകൂടി പറയാം. ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? മലപ്പുറം. ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറമാണ്. ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ട. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള താലൂക്ക്. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള താലൂക്ക് കോഴിക്കോട് താലൂക്കാണ്. കേരളത്തിലെ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള താലൂക്ക് ഏതാ ചോദിച്ചാല് കോഴിക്കോട് താലൂക്കാണ്. ജനസംഖ്യ ഏറ്റവും കുറവുള്ള താലൂക്കാണെങ്കിൽ മല്ലപ്പള്ളി. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള താലൂക്കാണെങ്കിൽ കോഴിക്കോട് താലൂക്കും, ജനസംഖ്യ ഏറ്റവും കുറവുള്ള താലൂക്കാണെങ്കിൽ മല്ലപ്പള്ളിയാണ്. കേരളത്തിലെ ജനസാന്ദ്രത എത്രയാണ്? 860 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ ജനസാന്ദ്രത എത്രയാണ്? 860 ചതുരശ്ര കിലോമീറ്റർ ആണ്. ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരമാണ്. ജനസാന്ദ്രത കുറഞ്ഞ ജില്ലയാണെങ്കിൽ ഇടുക്കിയാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ജനസംഖ്യ കൂടുതലുള്ള വില്ലേജ് ചോദിച്ചാല് കണ്ണൻദേവൻ ഹിൽസ്. ഇടുക്കി ജില്ലയിലെ കണ്ണൻദേവൻ ഹിൽസിലാണ് ജനസംഖ്യ കൂടുതലുള്ള വില്ലേജ്. ജനസംഖ്യ കുറവുള്ള വില്ലേജ് ചോദിച്ചാൽ ഇടുക്കിയിലെ തന്നെ മ്ലാപ്പാറയാണ്. ജനസംഖ്യ കൂടുതലുള്ള വില്ലേജ് ഏതാണ്? കണ്ണൻദേവൻ ഹിൽസും. ജനസംഖ്യ കുറവുള്ള വില്ലേജ് ആണെങ്കിൽ മ്ലാപ്പാറയാണ്. ഒന്നുകൂടി പറയാം. ജനസംഖ്യ കൂടുതലുള്ള താലൂക്ക് ചോദിച്ചാൽ കോഴിക്കോട് താലൂക്കും, ജനസംഖ്യ കുറവുള്ള താലൂക്ക് ചോദിച്ചാൽ മല്ലപ്പള്ളി താലൂക്കുമാണ്. കേരളത്തിന്റെ ജനസാന്ദ്രത ചോദിച്ചാല് 860 ചതുരശ്ര കിലോമീറ്റർ ആണ്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം ജില്ലയും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി ജില്ലയാണ്. ജനസംഖ്യ കൂടുതലുള്ള വില്ലേജ് ചോദിച്ചാൽ കണ്ണൻദേവൻ ഹിൽസും, ജനസംഖ്യ കുറവുള്ള വില്ലേജ് ആണെങ്കിൽ മ്ലാപ്പാറ. കേരളത്തിന്റെ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. 2015 സെൻസസ് പ്രകാരമാണ് പറയുന്നത്. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 1084/1000 ആണ് കേട്ടോ. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? 1084/1000 ആണ്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? കണ്ണൂരാണ്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ലയാണെങ്കിൽ ഇടുക്കി ജില്ലയാണ്. നമ്മൾ 2011 സെൻസസ് പ്രകാരമാണ് ഇത് പറയുന്നത്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? 1084/1000 ആണ്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരും, സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ജില്ല ഇടുക്കിയുമാണ്.
സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. 93.91% കേരളത്തിന്റെ സാക്ഷരത. സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. കേരളത്തിന്റെ സാക്ഷരത എത്രയാണ്? 93.91% കേരളത്തിന്റെ സാക്ഷരത. സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല ഏതാണ്? കോട്ടയം ജില്ലയാണ് അല്ലെ. സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല ഏതാണ്? കോട്ടയം ജില്ലയാണ്. സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ലയാണെങ്കിലോ വയനാട് ജില്ലയാണ്. സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല കോട്ടയവും സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ല വയനാടുമാണ്. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം നെടുമുടി. ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയാണ് സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കുര്യാക്കോസ് ചാവറ. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കുര്യാക്കോസ് ചാവറ അല്ലെ. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി PN പണിക്കരാണ്. 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ കരിവെള്ളൂർ പഞ്ചായത്താണ്. കേരളത്തിലെ 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ പഞ്ചായത്താണ്. സമ്പൂർണ്ണ സാക്ഷരതാ പരിപാടിക്ക് കേരളം നൽകിയ പേരാണ് അക്ഷര കേരളം പദ്ധതി. സമ്പൂർണ്ണ സാക്ഷരതാ പരിപാടിക്ക് കേരളം നൽകിയ പേരെന്താണ്? അക്ഷര കേരളം പദ്ധതി. ഇന്ത്യയിലെ ആദ്യ അക്ഷര നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് കോട്ടയം ജില്ലയാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷര നഗരം ഏതാണ്? കോട്ടയം. 1989 പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷര നഗരം ഏതാണ്? കോട്ടയം. ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം ചോദിച്ചാൽ ഏതാണ്? കോട്ടയം. ആദ്യ ജില്ലയാണെങ്കിലോ എറണാകുളമാണ്. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം ഏതാണ്? കോട്ടയമാണ്. ആദ്യ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയാണ്. ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ കേരളം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ പട്ടണം കോട്ടയം, ആദ്യത്തെ ജില്ല എറണാകുളം, ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളം.